എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് യാദൃശ്ചികമായിട്ടാണ് ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ കണ്ട് സംസാരിച്ചപ്പോൾ ആൾ ചില്ലറക്കാരനല്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും അദ്ദേഹവും വന്നത് ഒരു ഹൗസ് വാമിങ്ങിനാണ്. അപ്പോൾ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. ആൾ മറ്റാരുമല്ല. ഹായ്, നമസ്കാരമുണ്ട്. ഒന്ന് പേര് പറയാമോ? ഷിഞ്ചിത്ത്. എവിടെ സ്ഥലം? വടകര തന്നെയാണോ താമസിക്കുന്നത്? വടകരയാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴും എനിക്ക് എന്തൊക്കെയോ പ്രത്യേകത തോന്നി. മാത്രമല്ല, ആ വീട്ടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ വീട്ടിൻ്റെ ആ ചുമരിലൊരു നല്ല അടിപൊളി ചിത്രം കണ്ടു. അതാരാ വരച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ താങ്കളാണെന്ന് പറഞ്ഞു. കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ താങ്കളുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ചെയ്യുന്നത്? ആള് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. ചിത്രം വര, അതുപോലെ തന്നെ ഫ്ലൂട്ടിസ്റ്റ്, പിന്നെ തബല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് കുറച്ച് നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ പോരി. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് വിശേഷം? ഇപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്താ? വീട്ടിൽ കൂടുതൽ അതെ, വൈഫിന്റെ ഏച്ചിന്റെ ഭർത്താവ്. അതെ അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്ലൂട്ട് കയ്യിലുണ്ടല്ലോ, എന്താ ചെയ്യാൻ? ഒരു ഫിലിം സോങ് കുറച്ച് വായിച്ചു. ഏത് ഫിലിമാണ്? അല്ല, പാട്ട് ഏതാ? ദശരഥത്തിലെ തരച്ചപ്പെട്ടു. ഓക്കെ, എന്നാ നമുക്ക് കേൾക്കാം അല്ലേ? അടിപൊളി, നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു ബേസിക്? ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പഠിച്ചില്ല, ചെറുപ്പത്തിലൊന്നും പഠിച്ചില്ല? ചെറുപ്പത്തിൽ അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. ഇല്ല അല്ലേ? അപ്പൊ വേറെ എന്തൊക്കെയാണുള്ളത്? പിന്നെ തബല പക്ഷെ ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, തബല വായിക്കും. തബലയും പഠിച്ചിട്ടുണ്ട്? തബല പഠിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിച്ചിട്ടുണ്ട്. തബല കുറച്ച് പഠിച്ചു നിർത്തി. ഇപ്പം ഒരു മാസമായിട്ട് പഠിക്കുന്നു. ഇപ്പം പഠിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇത് ഫ്ലൂട്ടും പഠിക്കുന്നുണ്ട് അല്ലേ? പാരമ്പര്യത്തിൽ ആരും പഠിച്ചിട്ടോ അങ്ങനെ കലാപരമായിട്ട്? ഏട്ടന് വരക്കും. പിന്നെ ഏട്ടനിപ്പോ ഇല്ല, കോവിഡ് വന്നിട്ട് മരണപ്പെട്ടു. അതെ അല്ലേ? ആ സമയം അല്ലേ? പിന്നെ മാമനും വരക്കും. അങ്ങനെയൊക്കെ കലാപരമായിട്ട് എല്ലാവരും അല്ലേ? പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, അമ്മ, വൈഫ്, കുട്ടികൾ. ഒരു മോനില്ലേ? ഇപ്പൊ ട്രിപ്ലക്സ് ആണ്, 3 കുട്ടികളാണ്. ട്രിപ്ലക്സ്. എന്തായാലും ഭയങ്കര ഹാപ്പി തന്നെയല്ലേ? 3 ആൺകുട്ടി, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഡബിൾ ഹാപ്പി ആയിരുന്നു. പിന്നെ അവർക്കും ഇങ്ങനെ കഴിവ് വല്ലതുണ്ടോ? ഇല്ല, അവരൊക്കെ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നുണ്ട്. പാട്ടിലെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, പാട്ടൊന്നുമില്ല, ഇൻസ്ട്രുമെന്റ് മ്യൂസിക് പഠിക്കും. ഇത് തന്നെ അച്ഛനെ പോലെ ടൈപ്പിലേക്ക്. അവർ കീബോർഡും പിന്നെ ഡ്രംസ് ഒക്കെയാണ്. അതെ അല്ലേ? ഇപ്പൊ ഗുരുവായൂർ ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ പ്രശാന്ത് സാർ കോഴിക്കോടുള്ള ഒരു ഹിന്ദുസ്ഥാനി അത് പഠിപ്പിക്കുന്നതാണ്. ഹിന്ദുസ്ഥാനി കേരളത്തിൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന മാഷാണ്. ഇനി ഇതോ തബല ഞാൻ ആരിസ് ബാൻഡിൽ പഠിച്ചു. പിന്നെ അത് സ്റ്റാർട്ടിങ് മുതൽ പ്രഭാകരൻ മാഷ് എന്ന് പറഞ്ഞ കൊയിലാണ്ടിയില്ല ആർട്ടിസ്റ്റ് ചിത്രം വര അങ്ങനെ. ചിത്രം ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ കേരള ചിത്ര അവിടെ പഠിച്ചു. എല്ലാത്തിനും ഒരു ഗുരു ഉണ്ട്. ഗുരു ഉണ്ടെങ്കിലേ അടുക്കും ചിട്ടയും വരുമല്ലോ എല്ലാ കാര്യത്തിനും. അപ്പൊ അവർക്കെല്ലാം നമുക്ക് ഈ അവസരത്തിൽ ഒരു നന്ദി പറഞ്ഞു കൊടുക്കുക അല്ലേ? തീർച്ചയായും. പിന്നെ അടുത്ത ഏത് പാട്ടാ വായിക്കുന്നത്? ജാനകിയമ്മയുടെ ഒരു മലർപ്പൊടി പോലെ പഴയ പാട്ടല്ലേ? ഭയങ്കര രസമാണ് കേൾക്കല്ലേ?
അതൊന്ന് വായിച്ചു. അടുത്തത് നമുക്കൊരു തമിഴായാലോ? ഏത് പാട്ടായിരിക്കും? മൂന്നാം പേരാന്നുള്ളൊരു പഴയ കമലഹാസൻ ശ്രീദേവിന്റെ ഭയങ്കര കണ്ടേക്കായാണ്. ഓക്കെ, അത് വായിച്ചു. തബലയൊക്കെ വായിക്കാൻ പോകുന്നില്ലേ അല്ലേ? അതെങ്ങനെയാ പോകുന്നത്? ട്രൂപ്പ് ഉണ്ടാവില്ല, എങ്ങനെയാണ്? ട്രൂപ്പിൽ ഒരു മേഫിൽ പോലത്തെ പ്രോഗ്രാമുകൾ ഇപ്പൊ വടകരയില് ഒരു സിയാഫ് എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്. പിന്നെ ആശിർ വടകര എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ പുള്ളിന്റെ അവരുടെ ഒക്കെ പ്രോഗ്രാമിനൊക്കെ പോകും. പിന്നെ ഇപ്പൊ ചെറിയൊരു മേഫിൽ പ്രോഗ്രാമുകളാണ്. പഴയ ഭോഗരാജിന്റെ പാട്ടുകളും പിന്നെ മൈഗ്രേസിന്റെ ചെറിയ അധികം ടഫായിട്ടുള്ള പാട്ടുകളും അതൊക്കെ പാട്ട് അതിന് കൂടെ വായിക്കാനൊക്കെ പോകും. പിന്നെ നിങ്ങൾ നന്നായിട്ട് ചിത്രം വരക്കുമല്ലോ, അപ്പൊ ആർട്ട് വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ല? ആർട്ട് വർക്ക് ഞാൻ 2 സിനിമകളിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ബംഗ്ലാ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കൂടെ. ഡയറക്ടറിന്റെ പേരാണോ ബംഗ്ലാ? മലയാളിയല്ല? മലയാളിയല്ല. പിന്നെ വേറെ ഏത് സിനിമയിലാ പോയത്?
അതൊരു വർത്തമാനം എന്നുള്ളൊരു സിനിമയാണ്. അപ്പൊ ഇനി ഒരുപാട് സിനിമയിലേക്ക് അവസരങ്ങൾ കിട്ടട്ടല്ലേ? ഫ്ലൂട്ട് വായിക്കാൻ, അതുപോലെ തന്നെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലാണ്. അതല്ലേ? ആർട്ട് ഡയറക്ടറേറ്റ് സാക്ഷി സാക്ഷി. അത് നാട്ടിലാണോ അല്ല ബാംഗ്ലൂരിൽ തന്നെയാണോ ചെയ്യുന്നത്? ബാംഗ്ലൂർ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത്. ഓ, അപ്പൊ ഒരുപാട് വർക്ക് കിട്ടട്ടെ. പിന്നെ നമുക്ക് ചിത്രം വരക്കും ആളെ കണ്ട സ്പോട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ ഒന്ന് വരക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ ലൈവായിട്ട് ചിത്രം വരക്കുന്നത്. ഇത് ശരിക്കും നമ്മളെ ശരിക്കും സെറ്റപ്പിൽ വരണമായിരുന്നു. എൻ്റെ അടുത്ത് ഒന്നുമില്ല, വെറും ഇത് മാത്രം എടുത്തിട്ടാണ് ഞാൻ വന്നത്. അതായത് ഹൗസ് വാമിങ്ങിന് വന്നതാണല്ലോ. എല്ലാം ഞാൻ ജിമ്മെല്ലാം എടുത്തിട്ട് വരുമായിരുന്നു, മൈക്കെല്ലാം എടുത്തിട്ട് ഒരു അടിപൊളിയാക്കായിരുന്നു അല്ലേ? അതെ. പിന്നെ അതും അകത്തുനിന്ന് തന്നെ ചെയ്യുന്നില്ല, നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റൂല അല്ലേ? പുറത്ത് വെയിലില്ലാത്ത സ്ഥലത്താണ് അല്ലേ? അവിടുന്ന് പുറത്തുനിന്ന് ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ എന്തായാലും നിങ്ങളെ നമ്പർ ഇതിൽ വെക്കും ഞാൻ, കോണ്ടാക്ട് നമ്പർ. ആരെങ്കിലും ഏതെങ്കിലും സിനിമക്കാരോ ആരെങ്കിലും കണ്ടിട്ട് അല്ലേ? കുറച്ച് ആർട്ട് വർക്ക് ചെയ്തിട്ട് 2 സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ചെയ്യുന്നത് ഇങ്ങോട്ട് പറ, എന്തൊക്കെയാ ചെയ്യാറ്? വാട്ടർ കളറാണ് എന്റെ മീഡിയം കൂടുതൽ. അക്രലിക്കും ചെയ്യാറുണ്ട്, 2 മീഡിയം ചെയ്യാറുണ്ട്. കൂടുതൽ ലാൻഡ്സ്കേപ്പ്, അങ്ങനെയുള്ള കുറച്ച് വാട്ടർ കളർ പെയിന്റിങ്ങുകൾ, അത് കേൾക്കുന്ന സെയിൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ പോർട്രേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ. പിന്നെ അത്ര മാത്രമേ വേറെ എന്തെങ്കിലും ഉണ്ടാവും? കാരണം ഞാൻ പെട്ടെന്ന് കണ്ടുകൂട്ടിയോണ്ട് ഒന്നും അറിയില്ല എനിക്ക്. വേറെ എന്തെങ്കിലും ഇല്ല അല്ലേ? അപ്പൊ എല്ലാത്തിനും സമീപിക്കുക. നമുക്കെന്നാ പുറത്തു പോകല്ലേ? എന്നെ ലൈവായിട്ട് വരക്കുന്നതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? നോക്കാം. ഫേസ് അല്ലേ വരുന്നുള്ളൂ അല്ലേ? കുറച്ച് അടുത്തേക്ക് ഇരിക്കാവും. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Too many things going on, I can't keep track of them all. From people dropping a bomb to people putting up walls. I feel like life is on hold, perception stuck in a vault. I know that time can heal all, but how much time till we fall? It's awfully chilly outside, when there's no shelter to hide. When everything is a lie, you'll find that out in some time. But when the things on your mind are all considered a crime, communication aside, we'll all just fight till we die. Is this an argument, or just the start of it? Either way, I don't wanna be a part of it. Can I just get some space? I don't have the heart for this. I can't be picking up the pieces, fixing scars from this. Is this an argument, or just the start of it? I wanna drive away so I can be so far from it. I wanna find a place where no one breaks their promises, or maybe drown myself in something that is bottomless. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. I know that things seem bad, but they could be much worse. There's always someone else who has a greater curse, a greater thirst, a hunger, pain, and mercy. Just find whatever you got and try to be thankful first. I wanna feel again, I need a couple friends. I never really understood just how the story ends, but I can feel it's tense, don't know the consequence. The volatility of life, my only confidence. Is this an argument, or just the start of it? Either way, I don't wanna be a part of it.
Can I just get some space? I don't have the heart for this. I can't be picking up the pieces, fixing scars from this. Is this an argument, or just the start of it? I wanna drive away so I can be so far from it. I wanna find a place where no one breaks their promises, or maybe drown myself in something that is bottomless. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small, way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small, way back before we blew it all. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് എനിക്ക് തരുന്നത്. അത് ഞാൻ റെഡിമെയ്ഡ് ഫ്രെയിം ഉണ്ട് എൻ്റെ അടുത്ത്, കയ്യിൽ കയ്യിലുണ്ട്. ഇത് വരച്ച് ഫിനിഷ് ആയാൽ അപ്പോൾ ഈ ഫ്രെയിമിൽ ഇട്ടാലേ എന്നെ കാണിക്കൂ അല്ലേ? അടിപൊളി. ഇത് പിന്നെ ഇവിടുത്തെ പരിമിതികൾ വെച്ച് നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഈ പെൻസിൽ ഇപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ഇവരുടെ അടുത്ത് മേടിച്ചാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ടൂൾസുകളൊന്നും കറക്റ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു വ്യത്യാസം വരും അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. കാരണം പെട്ടെന്ന് കണ്ടുമുട്ടുക, പെട്ടെന്ന് ഒരാളെ ചിത്രം ഒരു ടൂളും ഇല്ലാണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്.
കാണുന്നതെല്ലാം ഷിഞ്ചിത്തിൻ്റെ रिलेटिव्स ആണ്. आपका नाम क्या है? राजेश। राजेश। आप लोग किधर से आ रहे हैं? मुंबई से। मुंबई से। क्या काम कर रहे हैं? मैं इंश्योरेंस एजेंट है और ऑक्शन बैंक का करते हैं। हाँ हाँ हाँ, അവിടെ തന്നെ മുംബൈയിൽ। മുംബൈയിൽ തന്നെ. മലയാളം തോടെ ജാനത്തായാണ്. ഓക്കെ. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മളെ താരമാണ്. പിന്നെ മോൻ്റെ പേരെന്താ? സാത്വിക്. ഇദ്ദേഹത്തിൻ്റെ മകനാണ്. എന്താ പേര്? സാത്വിക്. സാത്വിക്. ഓക്കെ. आपका नाम? മോഹൻ. മോഹൻ. ഇത് എൻ്റെ അനിയനാണ്. അനിയനാണ് ഇതല്ലേ? അപ്പം ഇത് നമ്മളെ റിലേഷൻ അല്ലേ? ഇപ്പം എൻ്റെ ചിത്രം വരച്ചിട്ട് നിങ്ങളെല്ലാം കണ്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു അല്ലേ? വളരെ ചെറിയ ടൈം കൊണ്ട് അല്ലേ? അടിപൊളി. എല്ലാവർക്കും Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to